നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ ആദ്യം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിത മരിച്ച നിലയിൽ. കൊലപാതകമെന്ന് സംശയം. പറശ്ശിനിക്കടവിൽ യുവതിയെ കടന്നുപിടിച്ച അധ്യാപകൻ അറസ്റ്റിൽ. അതിരപ്പള്ളിയിൽ കാട്ടാനയാക്രമണം. പള്ളിയുടെ ഷെഡ് തകർത്തു. താമരശ്ശേരിയിൽ അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. മരിച്ചത് പുതുപ്പാടി സ്വദേശി ശ്യാം മോഹൻ. അപകടം ബൈക്കിൽ നിന്ന് തെന്നി വീഴവേ ശരീരത്തിൽ കാർ കയറി. പക്ഷിപ്പനി സ്ഥിരീകരിച്ച നിരണത്ത് താറാവുകളെ കൊന്നു തുടങ്ങി. കൊല്ലുന്നത് 1.25 ലക്ഷത്തോളം പക്ഷികളെ. പത്തനംതിട്ട ഏഴംകുളത്തെ ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണം നിലച്ചു. പ്രതിസന്ധിയിൽ 60ഓളം കുടുംബങ്ങൾ. സകലമാന കേരളത്തിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ്. തീരപ്രദേശങ്ങളിൽ വീണ്ടും കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. രാത്രി 11:30 വരെ 15 സെന്റിമീറ്റർ മുതൽ 50 സെന്റിമീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തെക്കൻ തമിഴ്നാട് തീരത്തും കള്ളക്കടൽ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച തിരുവല്ല നിരണം പഞ്ചായത്തിലെ സർക്കാർ താറാവ് വളർത്തു കേന്ദ്രത്തിലെ താറാവുകളെ കൊല്ലുന്നതിനുള്ള നടപടി തുടങ്ങി. സമീപ പ്രദേശങ്ങളിലെ രോഗലക്ഷണമുള്ള താറാവുകളെയും കോഴികളെയും കൊല്ലും. പക്ഷിപ്പനി ബാധിച്ച 4500ഓളം താറാവുകളെയാണ് ദ്രുതകർമ്മസേനയുടെ നേതൃത്വത്തിൽ കൊല്ലുന്നത്. പ്രത്യേകം സജ്ജീകരിച്ച ഗ്യാസ് ചേംബറിലാണ് കള്ളിംഗ് നടത്തുന്നത്. രോഗബാധിത മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. രോഗബാധിത മേഖലകളിൽ ജില്ലാ കളക്ടറും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. താമരശ്ശേരിയിൽ ബൈക്കിൽ നിന്നും തെന്നി വീണ് കാറ് കയറി പരിക്കേറ്റ യുവാവ് മരിച്ചു. പുതുപ്പാടി മലപ്പുറത്ത് താമസിക്കുന്ന പയോണ പ്ലാപ്പറ്റ ശ്യാമോഹനാണ് മരിച്ചത്. ഇന്നലെ രാവിലെ ദേശീയപാതയിൽ അമ്പായത്തോടിന് സമീപമായിരുന്നു അപകടം. കാറ് കയറി സാരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശ്യാമോഹൻ ഇന്ന് രാവിലെയാണ് മരിച്ചത്. കണ്ണൂർ പറശ്ശിനിക്കടവ് അമ്യൂസ്മെന്റ് പാർക്കിൽ യുവതിയെ കടന്നുപിടിച്ച കേന്ദ്ര സർവകലാശാല അധ്യാപകൻ ഇഫ്തിഖർ അഹമ്മദ് അറസ്റ്റിലായി. തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. നേരത്തെ ലൈംഗിക അതിക്രമ പരാതിയിൽ നടപടി നേരിട്ട അധ്യാപകൻ വേഗത്തിൽ സർവീസിൽ തിരികെ എത്തിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇടുക്കി ഇരട്ടയാറിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരട്ടയാർ ടൗണിന് സമീപം വീട്ടിലെ കിടപ്പുമുറിയിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണ് എന്നാണ് സംശയം. കട്ടപ്പന പോലീസ് എത്തി നടപടികൾ ആരംഭിച്ചു. പോക്സോ കേസ് അതിജീവിതയാണ് യുവതി. ഇന്ന് 11 മണിക്ക് ശേഷമാണ് യുവതിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴുത്തിൽ ബെൽറ്റ് പോലെയുള്ള വസ്തുവും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുകയാണ്. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാനയാക്രമണം. സെന്റ് തോമസ് ദേവാലയത്തിലെ ഷെഡ് കാട്ടാന തകർത്തു. പുലർച്ചെ ആയിരുന്നു ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ദിവസങ്ങളായി കാട്ടാന പള്ളി പരിസരത്ത് തമ്പടിച്ചിരിക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പത്തനംതിട്ട ഏഴംകുളം പഞ്ചായത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയുടെ ഫ്ളാറ്റ് നിർമ്മാണം നിലച്ചു. ഭൂരഹിതരായ 54 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള 2 ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് നിലച്ചത്. ഏഴംകുളം പഞ്ചായത്തിലെ ഏനാത്തിൽ 7.27 കോടി രൂപ ചിലവിട്ടാണ് ഫ്ളാറ്റ് നിർമ്മാണം.
പദ്ധതി നിലച്ച മട്ടാണ്. 92 സെന്റ് സ്ഥലത്ത് 2 ഫ്ളാറ്റ് സമുച്ചയം എന്നതായിരുന്നു പദ്ധതി. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഒരു കെട്ടിടത്തിന്റെ പകുതി പോലും പൂർത്തിയായിട്ടില്ല. മറ്റൊന്നിന്റെ അടിത്തറ മാത്രം കെട്ടി. അഹമ്മദാബാദ് ആസ്ഥാനമായ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. പണം ലഭിക്കാതെ വന്നതോടെ നിർമ്മാണം നിലച്ചു. ഇതോടെ ഫ്ളാറ്റിന്റെ ഗുണഭോക്താക്കളായ 54 കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത്. കൃത്യമായ രീതിയിൽ പൈസയും മറ്റും കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ പദ്ധതി ഉപേക്ഷിച്ച് പോയി എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ അറിയാൻ സാധിക്കുന്നത്. ഇത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഉള്ള ഒരു കളിസ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ 3-4 വാർഡുകളിലെ കുട്ടികൾ നിത്യം ഇവിടെ വന്ന് വൈകിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രദേശം. അപ്പോൾ അതൊരു ഭൂരഹിതരായ ആൾക്കാർക്ക് ഒരു ഭവന നിർമ്മാണത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടുത്തെ എല്ലാ ജനങ്ങളും സഹകരിക്കുകയും അങ്ങനെയാണ് ഇവിടെ ഒരു ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത്. നിർമ്മാണ പ്രതിസന്ധിയിൽ ജനപ്രതിനിധികൾ ഇടപെടാത്തതിൽ പ്രതിഷേധമുണ്ട്. രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധർ കൈയടക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പ്രദേശം. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് നഗരത്തിൽ ദാരുണമായിട്ടുള്ളൊരു അപകടം. രോഗിയുമായി പോയ ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തിയമർന്നു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി വെന്തു മരിച്ചു. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ടിപ്പർ ലോറി തടഞ്ഞ് ഡ്രൈവറെയും സഹായിയെയും മർദ്ദിച്ചുവെന്ന് പരാതി. പനങ്ങാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ഡ്രൈവർ പൂനൂർ സ്വദേശി ആഷിഖിനും സഹായി റാഷിദിനുമാണ് മർദ്ദനമേറ്റത്. പരുക്കേറ്റവർ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. റോഡ് പണിക്കായി മെറ്റൽ ഇറക്കി വരുന്നതിനിടെ കാറിലെത്തിയ 4 അംഗ സംഘം ടിപ്പറിന് കുറുകെ കാർ നിർത്തി ലോറിയിലേക്ക് കയറി ആക്രമിക്കുകയായിരുന്നെന്ന് ആഷിഖ് ബാലുശ്ശേരി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. തൃശൂർ പാലക്കാട് അതിർത്തിയിൽ ലഹരിവേട്ട. ചെറുതുരുത്തി, കൊണ്ടാഴി, ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ നിന്ന് ലക്ഷങ്ങളുടെ നിരോധിത പുകയില ഉൽപ്പന്നം പിടിച്ചെടുത്തു. ഇന്നലെ ചെറുതുരുത്തിയിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നവുമായി പിടികൂടിയ ആളെ ചോദ്യം ചെയ്തതിലൂടെയാണ് നിർണായകമായിട്ടുള്ള ഈ വിവരം പോലീസിന് ലഭിച്ചത്. കടുത്ത വരൾച്ചയിൽ ഇടുക്കിയിൽ വൻ കൃഷിനാശം. 175 കോടി രൂപയുടെ നാശനഷ്ടമാണ് ജില്ലയിൽ കണക്കാക്കുന്നത്. ഏലം, കുരുമുളക്, ജാതി, വാഴ തുടങ്ങിയ കൃഷിയാണ് നശിച്ചത്. 28 ഡിഗ്രി സെൽഷ്യസാണ് ഏലത്തിന് താങ്ങാൻ കഴിയുന്ന താപനില. ഇത്തവണ ചൂട് കൂടിയതിനാൽ ഏലച്ചെടിയുടെ ചുവട് വരെ ഉണങ്ങിപ്പോയതാണ് നഷ്ടത്തിൻ്റെ വ്യാപ്തി കൂട്ടിയത്. വേനൽ മഴയിൽ 74% കുറവാണ് ഇടുക്കിയിൽ ഇത്തവണ രേഖപ്പെടുത്തിയത്. മലപ്പുറം തിരൂരിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പുറത്തൂർ സ്വദേശി കുഞ്ഞിമ്മയാണ് മരിച്ചത്. അണലിയാണ് കടിച്ചത്. പാമ്പിനെ പിന്നീട് പിടികൂടിയിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഇന്നും പ്രതിഷേധമുണ്ടായി. കോഴിക്കോട് കൊടുവള്ളി സബ് RT ഓഫീസിന് കീഴിലുള്ള കുന്നമംഗലം പൊയ്ക ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലായിരുന്നു പ്രതിഷേധം. ഇന്ന് 30 ടെസ്റ്റാണ് കുന്നമംഗലം ഗ്രൗണ്ടിൽ നടക്കേണ്ടിയിരുന്നത്. ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നുവെങ്കിലും ടെസ്റ്റിന് ആരും എത്താത്തതിനാൽ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവുകയായിരുന്നു. പരിസ്ഥിതി സംരക്ഷണം വാക്കുകളിൽ മാത്രം ഒതുക്കാതെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ഒരാളുണ്ട്. വീടിന് ചുറ്റും മരങ്ങൾ നട്ടുവളർത്തി ചെറുവനമാക്കി മാറ്റിയാണ് കോന്നി സ്വദേശിയും റിട്ടയർഡ് ഉദ്യോഗസ്ഥനുമായ സലീൽ വയലത്തല പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. കടുത്ത വേനലിലും വീടിന് ചുറ്റും തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങൾ. ആഞ്ഞിലി മുതൽ പ്ലാവ് വരെയുള്ള 20-ലധികം വൃക്ഷങ്ങളാണ് വീടിന് തണലേകുന്നത്. ഇലകൾ വീണ് മണ്ണിലേക്ക് വെള്ളം ആഴ്ന്നിറങ്ങുന്നതിനാൽ കടുത്ത വേനലിലും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. 50 സെന്റ് സ്ഥലമാണ് ഇങ്ങനെ പരിസ്ഥിതി പ്രവർത്തകനായ സലീൽ വയലത്തല ചെറുവനമാക്കി മാറ്റിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പ്രവർത്തിച്ചപ്പോൾ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടം മുതലാണ് മരങ്ങളോട് ഇത്രയധികം ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ മരങ്ങളോട് ഇത്രയധികം ഒരു സ്നേഹം ഉണ്ടായത്. അപ്പോൾ നമ്മളുടെ ഭൂമിയുടെ നിലനിൽപ്പ്, ഇവിടെയുള്ള സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പ്, ഇതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, ഇതിനെ സംബന്ധിച്ചുള്ള പലവിധ പ്രവർത്തനങ്ങളും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. ആ ഒരു പരിഷത്തുമായിട്ടുള്ള ആദ്യ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളാണ് മരങ്ങൾ കൂടുതലായി ഈ പ്രദേശത്ത് എൻ്റെ വീട്ടിൽ ഞാൻ വെക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. വൃക്ഷങ്ങൾ നട്ടുകഴിഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്തുന്നതുവരെ ശ്രദ്ധയോടെ പരിപാലിക്കും. മണ്ണിനും കാലാവസ്ഥയ്ക്കും യോജിക്കുന്ന മരങ്ങളാണ് നട്ടുപരിപാലിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തൽ.
നിർമ്മിച്ചതിലുമുണ്ട് പ്രത്യേകത. പരമാവധി മരങ്ങൾ മുറിച്ചു മാറ്റാതെയാണ് നിർമ്മാണം. മണ്ണിനെയും മരങ്ങളെയും മനുഷ്യനെയും സ്നേഹിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. നവീനമായ ആശയങ്ങൾ സകലവനകരത്തിലേക്ക് വീണ്ടും. വീട്ടുമുറ്റത്തെ കുറച്ച് സ്ഥലത്ത് മുന്തിരി വിളയിച്ചിരിക്കുകയാണ് കാസർഗോഡ് കൊളവയൽ സ്വദേശി വിനു. വിളവെടുക്കാൻ പാകമായ മുന്തിരിക്കുലകൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച കൂടിയാണ്. പടർന്നു പന്തലിച്ച് വീട്ടുമുറ്റം നിറഞ്ഞിരിക്കുന്നു മുന്തിരിവള്ളികൾ, നിറയെ മുന്തിരിക്കുലകൾ. കാഞ്ഞങ്ങാട് കുളവയലിലെ ബിനുവിന്റെ വീട്ടിലാണ് ഈ കാഴ്ച. മുന്തിരി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയല്ല കേരളത്തിലേത് എന്നാണ് സാധാരണയായി പറയാറുള്ളത്. എന്നാൽ ബിനുവിന്റെ വീട്ടുമുറ്റത്ത് മുന്തിരിക്കുലകൾ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയായി മാറുകയാണ്. ഓട്ടോ ഡ്രൈവറായ ബിനുവിന്റെ വീട്ടുവളപ്പിൽ വിളവെടുക്കാൻ പാകമായ മുന്തിരികൾ ആരെയും ഈ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കും. വഴിയോരത്തു നിന്ന് വാങ്ങി നട്ട തൈയാണ് ഇങ്ങനെ നിറഞ്ഞ് കുലച്ച് നിൽക്കുന്നത്. തവണ മുന്തിരി കൃഷി ചെയ്തു പരാജയപ്പെട്ടുവെങ്കിലും ആത്മവിശ്വാസം കൈവിട്ടില്ല. 30 കിലോയിലധികം വരുന്ന മുന്തിരികൾ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ച കൂടിയാണ്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. കാഞ്ഞങ്ങാട് നിന്ന് വാങ്ങിയ 2 വർഷം മുമ്പിൽ വാങ്ങിയ ഈ മുന്തിരിയുടെ തൈയാണ് ഞാൻ ഇവിടെ നട്ട് വളർത്തിയത്. അതുപോലെ തന്നെ അതിനിട്ട വളങ്ങൾ, പശുവളം, അതുപോലെ തന്നെ മുട്ടയുടെ ഓടുകൾ, അതുപോലെ മീൻ വെള്ളം, അതുപോലെ തന്നെ വളരാൻ വേണ്ടി ഫുള്ള് നെറ്റ് കെട്ടിക്കൊടുത്തു. ഇവിടെ ചില ടീമുകളൊക്കെ കാണാൻ വരാറുണ്ട് കുളവയൽ നാട്ടിൽ. അതുപോലെ തന്നെ ഈ കുളവയലിൽ ഇങ്ങനെ കായ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എല്ലാവർക്കും കണ്ടപ്പോൾ ഒരു അതിശയമാണ്. മുന്തിരി കൃഷി വ്യാപിപ്പിക്കാനാണ് ബിനുവിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ നീതി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി. ഭർത്താവ് രാഹുലിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്ന് പീഡനത്തിനിരയായ യുവതി ആവശ്യപ്പെടുന്നു. രാഹുൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതി പോലീസ് പരിഗണിച്ചില്ല. ശരീരത്തിലെ പരിക്കുകൾ പരിശോധിച്ചില്ല എന്നും യുവതി പറഞ്ഞു. രാഹുലിനെതിരെ പന്തീരങ്കാവ് പോലീസ് ചുമത്തിയത് നിസ്സാര വകുപ്പുകളാണെന്ന് യുവതിയുടെ പിതാവും ആരോപിച്ചു. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വരൻ രാഹുലിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നുള്ളതാണ് വധുവിൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യം. പോലീസ് വേണ്ട രീതിയിൽ പരാതി ഗൗനിച്ചില്ല എന്നുള്ള പരാതിയും ഉന്നയിക്കുന്നുണ്ട് അവർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവാഹം കഴിഞ്ഞ നാളുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ളൊരു ഗാർഹിക പീഡനത്തിൻ്റെ സംഭവം പുറം ലോകം അറിയുന്നത്. അതിൽ നീതി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയെയും വനിതാ കമ്മീഷനെയും സമീപിക്കാൻ വേണ്ടി അവർ പരാതി നൽകിയിരിക്കുന്നു. ഭർത്താവ് രാഹുലിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്ന് പീഡനത്തിനിരയായിട്ടുള്ള യുവതി ആവശ്യപ്പെടുന്നുണ്ട്. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കരയിൽ വൻ തീപിടുത്തം. സ്വകാര്യ പ്ലാസ്റ്റിക് റീസൈക്കിൾ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. പ്ലാസ്റ്റിക് ശേഖരം പൂർണ്ണമായും കത്തിനശിച്ചു. മണിക്കൂറുകളോളം ആളിപ്പടർന്ന് തീ അണയ്ക്കാൻ ഏറെ നേരമെടുത്തു. അപകട സമയത്ത് കമ്പനിയിൽ തൊഴിലാളികളും തൊട്ടടുത്ത് വീടുകളും ഇല്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. കാസർഗോഡ് CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തൽ. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത്. സംഭവത്തിൽ സൊസൈറ്റി സെക്രട്ടറിയും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ K രതീഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം അദൂർ പോലീസ് കേസെടുത്തു. ഇതോടെ K രതീഷിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. CPM നിയന്ത്രണത്തിലുള്ള കാറടുക്ക അഗ്രികൾച്ചറൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബാങ്ക് പ്രസിഡന്റ് സൂപ്പിയുടെ പരാതിയിൽ ലോക്കൽ കമ്മിറ്റി അംഗവും ബാങ്ക് സെക്രട്ടറിയും കർമ്മന്തൊടി സ്വദേശിയുമായ K രതീഷിനെതിരെ ആദൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും സ്വർണം പണയം വെക്കാതെ 7 ലക്ഷത്തോളം വരെ രൂപ
വായ്പ നൽകിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ജനുവരി മുതൽ പല തവണകളായാണ് ഇത്തരത്തിൽ വായ്പ അനുവദിച്ചിരിക്കുന്നതെന്നും സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. എന്തായാലും ലോക്കൽ കമ്മിറ്റി ഇയാളെ ഈ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതായി എന്തായാലും അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ബാങ്കിലെ മറ്റു ജീവനക്കാർക്ക് പങ്കില്ല എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ വരുന്നത്. എന്തായാലും ഈ ബാങ്ക് 10 വർഷമായി CPM നിയന്ത്രണത്തിലുള്ള ഈ ബാങ്ക് 10 വർഷമായുള്ള ഈ ബാങ്കിന് കിന്നിങ്കാറിലും ഒരു ശാഖയുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ആദൂർ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഭരണസമിതിയും വ്യക്തമാക്കിയിട്ടുള്ളത്. KV ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് കാസർഗോഡ് നിന്ന്. മാലിന്യ സംസ്കരണത്തിന് കളക്ടേഴ്സ് ബിൻ പദ്ധതിയുമായി പാലക്കാട് പട്ടാമ്പി നഗരസഭ 2 ലക്ഷം രൂപ ചിലവിൽ വിദ്യാലയങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി. നെറ്റ് കൊണ്ടുണ്ടാക്കിയ ബിന്നുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ബിന്നുകളിൽ നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിക്കും. വിദ്യാലയങ്ങൾക്ക് പുറമെ പൊതു ഇടങ്ങളിലും സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ കളക്ടേഴ്സ് ബിന്നുകൾ സ്ഥാപിക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായിട്ട് പട്ടാമ്പി നഗരസഭാ പരിധിയിലുള്ള എല്ലാ സ്കൂളുകളിലേക്കും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായി 2 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ചെറിയ ബൂത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ എല്ലാ സ്കൂളുകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓർമ്മ സാഹിത്യോത്സവം 2024 സംഘാടക സമിതി രൂപീകരിച്ചു. ജൂൺ 1, 2 തീയതികളിൽ സാഹിത്യ അക്കാദമിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്നതാണ് സാഹിത്യോത്സവം. എഴുത്തുകാരായ മുരളി മംഗലത്ത്, P. മണികണ്ഠൻ, K. മബാസ് എന്നിവർ സംസാരിച്ചു. 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന കൊണ്ടയൂർ കാരക്കാട് പാലത്തിന്റെ സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. 50 കോടി രൂപയാണ് പാലത്തിന് വകയിരുത്തിയത്. നിലവിൽ സർവേ കഴിഞ്ഞ ഭാഗങ്ങളിൽ കല്ലുകൾ സ്ഥാപിച്ചു. ഓങ്ങല്ലൂർ വില്ലേജിൽ നിന്ന് 150 സെന്റും കൊണ്ടയൂർ വില്ലേജിൽ നിന്ന് 60 സെന്റുമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. പട്ടാമ്പി മേഖലയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മറ്റുമുള്ള യാത്രയ്ക്ക് പാലം വരുന്നത് ഏറെ ഗുണം ചെയ്യും. കുറ്റിപ്പുറം ഷൊർണൂർ തീരദേശ പാത യാഥാർത്ഥ്യമായാൽ പട്ടാമ്പി മുതൽ ചെങ്ങണാംകുന്ന് വരെയുള്ള പാതയുടെ വീതി കൂടുന്നതും ഇരു ജില്ലകളിലേക്കുമുള്ള ഗതാഗത സൗകര്യം കൂട്ടാൻ സാഹചര്യമൊരുക്കും. പാലക്കാട് പരുതൂർ പഞ്ചായത്തിൽ തകർന്നു കിടക്കുന്ന നാടപ്പറമ്പ് കാരത്തൂർ റോഡ് നവീകരിക്കാൻ പദ്ധതി. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. വാഹനയാത്രയും കാൽനട യാത്രയും ദുസ്സഹമായതോടെ ജനം വലിയ ദുരിതത്തിലാണിവിടെ. പരുതൂർ പഞ്ചായത്തിൽ വളരെ തകർന്ന റോഡുകളിൽ ഒന്നാണ് കാരമ്പത്തൂർ നാടപ്പറമ്പ് റോഡ്. ആ റോഡിന് ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ തന്നതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് 5.5 ലക്ഷം രൂപ ആ റോഡിന് വെച്ചിട്ടുണ്ട്, നാടപ്പറമ്പ് കാരമ്പത്തൂർ റോഡിന്. അങ്ങനെ 25.5 ലക്ഷം രൂപയുടെ വർക്കാണ് ഏതാനും ദിവസത്തിനകം നടക്കാൻ പോകുന്നത്. രണ്ടാമത് പൂമുള്ളി 6-ാം തമ്പുരാൻ സ്മാരക വൈദ്യശ്രേഷ്ഠ അവാർഡ് ഡോക്ടർ C. ഉഷ, ഡോക്ടർ ഡോണറ്റ എന്നിവർക്ക് സമ്മാനിച്ചു. മുത്തശ്ശൻ പേരക്കുട്ടിക്ക് എഴുതിയ സാരോപദേശ കഥകളുടെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു. പാലക്കാട് പെരിങ്ങോട് പൂമുള്ളി മനയിൽ നടന്ന ചടങ്ങ് ഡോക്ടർ റാണി മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജ കിരൺ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വേനൽക്കാല വൈദ്യുതി സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഊർജിത ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് സൗജന്യ സോളാർ, വീടുകളിലേക്ക് സബ്സിഡിയോടുകൂടി സൗജന്യ വൈദ്യുതി എന്നീ പദ്ധതികളെക്കുറിച്ചും ക്ലാസുകൾ നടന്നു. അനേർട്ട് തൃശൂർ ജില്ലാ എഞ്ചിനീയർ P. വിജീഷ് കുമാർ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. വീടുകളിലേക്ക് സൗജന്യ സോളാർ വൈദ്യുതി നൽകുന്ന പദ്ധതിയെക്കുറിച്ചും പ്രകൃതിക്കിണങ്ങുന്ന ഊർജ്ജ സംരക്ഷണ പദ്ധതികളെക്കുറിച്ച് ഗുരുവായൂർ ഊർജ്ജമിത്ര സംരംഭകൻ A. വസന്തൻ വിശദീകരിച്ചു. പാലക്കാട് കൊടുമുണ്ട ഗേറ്റ് AM-LP സ്കൂളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു. ഫാത്തിമ ഷഹാന, ഫാത്തിമ ഷസ്മിൻ, കൃഷ്ണപ്രിയ എന്നിവരെയാണ് അനുമോദിച്ചത്.
പട്ടാമ്പി തിരുമിറ്റക്കോട് കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. കുടിവെള്ളം റോഡാകെ പരന്നൊഴുകിയിട്ടും നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ്. റോഡിൽ രൂപപ്പെട്ട വലിയ വെള്ളക്കെട്ട് കാരണം നാട്ടുകാരും ദുരിതത്തിലായി. വെള്ളക്കെട്ട് കാരണം പാതയോരത്തെ മതിൽ തകർച്ചാ ഭീഷണി നേരിടുകയാണ്. പ്രദേശം കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയും ടാങ്കർ വെള്ളത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുള്ളപ്പോഴാണ് ആഴ്ചകളായി കുടിവെള്ളം ഇത്തരത്തിൽ പാഴാകുന്നത്. മഴ പെയ്തതോടെ പാലക്കാട് വാടാനം കുറിശ്ശിയിലുള്ള വാഹനയാത്ര ദുരിതത്തിലായി. പട്ടാമ്പി കുളപ്പള്ളിപ്പാത നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ട ഭാഗത്താണ് വെള്ളക്കെട്ടും ചെളിയും രൂപപ്പെട്ടത്. ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് ഏറെ പ്രയാസം. IPT മുതൽ ഓങ്ങല്ലൂർ വരെയുള്ള ഭാഗത്ത് 80% നവീകരണം പൂർത്തിയായി. 60 കോടി രൂപ ചെലവിട്ടാണ് പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പള്ളി IPT കോളേജ് വരെയുള്ള റോഡ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നത്. നാദാപുരം ജാതിയേരിയിൽ പാർക്കിംഗ് സംബന്ധിച്ച സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. വളയം സ്വദേശി അമൽ ബാബുവിനാണ് കുത്തേറ്റത്. ഇന്നലെ രാത്രി 8:30യോടെയാണ് സംഭവം. പരിക്കേറ്റ അമൽ ബാബുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശത്ത് വളയം പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഫർഹാനയുടെ സ്വപ്നം ന്യൂസ് 18 പൂവണിഞ്ഞു. തുടർ പഠനം ഏറ്റെടുത്ത് പാലാ ബ്രില്യൻസ്. വീട്ടിലെത്തി മാനേജ്മെന്റ് പ്രതിനിധികൾ മധുരം സമ്മാനിക്കുകയും ചെയ്തു. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും വാങ്ങിയ കാട്ടാക്കട ആമച്ചൽ സ്വദേശി ഫർഹാനയുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബ്രില്യൻ അക്കാഡമിയിൽ പഠിക്കണമെന്നായിരുന്നു ഫർഹാനയുടെ വലിയ ആഗ്രഹം. ഇപ്പോൾ അക്കാഡമിയുടെ തന്നെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫർഹാനയ്ക്കുള്ള സഹായ വാഗ്ദാനവുമായാണ് എത്തിയിരിക്കുന്നത്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം തന്നെ ഫർഹാനയ്ക്ക് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർമാരായ സെബാസ്റ്റ്യൻ സാറും ജോർജ് സാറും സന്തോഷ് സാറും സ്റ്റീഫൻ സാറും ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഈ കുട്ടിക്ക് ഒരു വർഷത്തേക്ക് പഠിക്കാനുള്ള റിപ്പീറ്റേഴ്സ് പഠിക്കാനുള്ള ഹോസ്റ്റൽ ഫീസ്, മെറ്റീരിയൽ ഫീസ്, എല്ലാവിധ ഫീസുകളും സൗജന്യമായി ഞങ്ങൾ നൽകുന്നതാണ്. ഞങ്ങൾ പൂർണ്ണമായ ഞങ്ങളിലേക്ക് കുട്ടികളെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. മോശം ജീവിത സാഹചര്യമായിരുന്നു കുഞ്ഞിന്റെ. പക്ഷെ നന്നായിട്ട് പഠിച്ച് മുഴുവൻ മാർക്കും വാങ്ങിയ ഒരു കുട്ടിയാണ്. അപ്പൊ എന്താണ് സ്ഥാപനത്തിന് പറയാനുള്ളത്? നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഒരു പ്രഖ്യാപിത നയം തന്നെയാണ് പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ ഒരിക്കലും പഠനം ഒരു തടസ്സമായിട്ട് ഒരിക്കലും വരാൻ പാടില്ല എന്ന് സ്ഥാപനത്തിന്റെ ഒരു പ്രഖ്യാപന നയം തന്നെയാണ്. നമുക്ക് അതിനുള്ള പ്രത്യേക പോളിസീസ് ഒക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടേഴ്സ് ഞങ്ങളെ ഇന്ന് തന്നെ അറിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയും പേരൻസിനെയും കുട്ടിയെയും കണ്ട് അഭിനന്ദനം അറിയിച്ച് നമ്മുടെ സഹായവാഗ്ദാനങ്ങൾ അറിയിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ സ്ഥാപനത്തിന്റെ ഒരു പോളിസി തന്നെയാണ് കഴിവുള്ള കുട്ടികളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. പണം ഒരിക്കലും നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് പഠിക്കാൻ ഒരു തടസ്സമാകില്ല ഒരിക്കലും. എല്ലാം സൗജന്യമായിരിക്കും. എല്ലാം സൗജന്യമായിരിക്കും. എനിക്ക് ഒരുപാട് സന്തോഷം. എന്നെക്കാളും സന്തോഷത്തിലാണ് എന്റെ പാരന്റ്സ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. ബ്രില്യൻ സ്റ്റഡി സെന്ററിനും ന്യൂസ് 18 ഒക്കെ നന്ദി പറയും. ഇന്നലെ നമ്മൾ ഇവിടുത്തെ ഒരു സാഹചര്യമൊക്കെ പറഞ്ഞതാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. എത്രമാത്രമാണ്? വളരെ സന്തോഷമാണ്. വളരെ സന്തോഷം. അവർക്ക് നന്ദി അറിയിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂല. അപ്പോൾ അവര് ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. സ്ഥാപനത്തിന്റെ ഒരു മാനുഷിക മുഖം കൂടിയാണ്. അവർ വലിയ സഹായമാണ്. അതെ, അവർ വലിയ ഇതാണ് ചെയ്തേക്കുന്നത്. ഉമ്മച്ചി ഉണ്ട്. ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നതാണ്. മകളുടെ പഠന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, പ്രയാസമൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അവളുടെ സ്വപ്നമായിരുന്നു. സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അവർക്ക് നന്ദി പറയുന്നു. കടപ്പാടുണ്ട്. ജീവിതകാലം മുഴുവൻ അവളെ കടപ്പാട് അവരോടായിരിക്കും. നന്ദിയുണ്ട്. ഡോക്ടറാകണമെന്നതാണ് ഫർഹാനയുടെ ആഗ്രഹം. ഇന്നലെ അതാണ് ഫർഹാന പറഞ്ഞത്. വലിയ ഡോക്ടറാകുമ്പോൾ പാവപ്പെട്ട ആളുകളൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും സഹായിക്കുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു നല്ല മനസ്സ് ഉണ്ടായിരിക്കട്ടെ. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6655, പവന് 53,240. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5560, പവന് 44,480. വെള്ളി ഗ്രാമിന് 91 രൂപ, കിലോയ്ക്ക് 91,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.